ഹായ് ഓൾ, ഇപ്രാവശ്യത്തെ കേട്ടറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കേട്ടറ്റ് എക്സാം ഫെബ്രുവരിയിലാണ് വരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഫുൾ സിംഗിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. മാത്തമാറ്റിക്സ് കേട്ടറ്റിൽ അത്യാവശ്യം നല്ല വെയിറ്റേജ് തരുന്നൊരു ടോപ്പിക്കാണ്. അതായത് ഏകദേശം 30ഓളം മാർക്കുകൾ കേട്ടറ്റിൽ നിന്ന് മാത്സിന് മാത്രമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ പാറ്റേണിൽ ചോദിക്കുന്ന കുറച്ച് മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഒരേ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പേഴ്സിനോ വാല്യൂസിനോ മാത്രം മാറ്റം വരുന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങൾ. എക്സാമ്പിളായിട്ട് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം: ഒരു ക്ലോക്കിൽ സമയം 5:30 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നിർണ്ണയിക്കുന്ന കോണളവ് എത്ര? ഇങ്ങനെ ഒരു ക്ലോക്കിൽ ഒരു സമയം തന്നിട്ട് ആ സമയത്തിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയുടെയും ഇടയിലുള്ള ആംഗിള് കോണളവ് കണ്ടെത്താനായിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ചെറിയ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. 30h മൈനസ് 11/2 m എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എക്സാമ്പിൾ നോക്കാം. h എന്ന് പറഞ്ഞാൽ ഹവറാ, m എന്ന് പറഞ്ഞാൽ മിനിറ്റാ. ഇനി നോക്കാം, എന്താണ് ഒരു ക്ലോക്കിൽ ഒരു സമയം തന്നിട്ട് ആ സമയത്തിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയുടെയും ഇടയിലുള്ള കോണളവ് കണ്ടെത്താൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് 30h മൈനസ് 11/2 m ചെയ്താൽ മതി. അതെങ്ങനെയാണ് ചെയ്യുക? കറക്റ്റ് ഐഡിയ പഠിച്ചോ. ആദ്യം നിങ്ങൾ 30h കാണുക. 30h എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു അവിടുത്തെ ഹവർ എത്രയാ നോക്കുക. ഹവർ 5. അപ്പം 30 ഇൻറ്റു 5 3 5 15 150 എന്ന് കിട്ടും. അടുത്ത കാണേണ്ടത് 11/2 m ആണ്. 11/2 m എന്ന് പറഞ്ഞാൽ 11/2 ഇൻറ്റു m എന്ന് പറഞ്ഞാൽ അവിടുത്തെ മിനിറ്റ് എത്രയാന്നാണ്. മിനിറ്റ് 30. മിനിറ്റ് 30 അല്ലേ ഇവിടെ? 2 ഒരു 2 30 15 2 ഉത്തരം 11 ഇൻറ്റു 15 165 എന്ന് കിട്ടുന്നു. എന്നിട്ട് നിങ്ങൾ അത് തമ്മിലുള്ള വ്യത്യാസം കാണുക, അല്ലെങ്കിൽ അതിൽ നിന്ന് വലുതെന്ന് ചെറുത് കുറയ്ക്കുക. 165 150 കുറച്ചാൽ ബാക്കി ഉണ്ടാവുക 15 ഡിഗ്രിയാണ്. അപ്പം 5:30 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് 15 ഡിഗ്രി കിട്ടിപ്പോയി. അടുത്ത നോക്കാം. സമയം 5:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാ? ചെയ്തു നോക്കാം. ആദ്യം 30h കാണുക. ദാറ്റ് ഈസ് 30 ഇൻറ്റു h എന്ന് പറഞ്ഞാൽ ഹവർ എത്രയാ? 5. 3 5 15 35 150. അടുത്ത 11/2 m കാണണം. ദാറ്റ് ഈസ് 11/2 ഇൻറ്റു m എന്ന് പറഞ്ഞാൽ 15. വെട്ടാൻ പറ്റില്ല, അപ്പോൾ ഗുണിക്കുക. 11 ഇൻറ്റു 15 165. 165 ഹരിക്കണം 2 കിട്ടുന്നു. 165ൻ്റെ പകുതി എത്രയാ? 160ൻ്റെ പകുതി 80. 5ൻ്റെ പകുതി 2.5. അപ്പോൾ ഉത്തരം കിട്ടുന്നു 82.5. ഇനി അവർ തമ്മിലുള്ള വ്യത്യാസം കാണണം. അതായത് 150 നിന്ന് 82.5 കുറയ്ക്കണം. അതാണ് നമ്മുടെ ആൻസർ. 150 നിന്ന് 82 കുറച്ച് 68 കിട്ടുക. പിന്നെ ഒരു അരയും കൂടെ കുറച്ച് 67.5. അപ്പം ആൻസർ ഈസ് 67.5, ഓപ്ഷൻ സി. സെറ്റല്ലേ? എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്തതിലേക്ക് പോകാം. 12 മണി 10 മിനിറ്റ് എന്ന് ക്ലോക്കിൽ കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാ? നോക്കാം. 12 മണി 10 മിനിറ്റ് എന്ന് ക്ലോക്കിൽ കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണ്? ഈ ചോദ്യത്തിൽ ചെറിയൊരു മാറ്റം വരും. ആ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. തുടങ്ങാം. ആദ്യം നമ്മൾ 30h കാണുന്നു. 30h എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു ഹവർ എത്രയാ? 12. 3 12 36 360. അടുത്ത 11/2 m കാണുന്നു. ദാറ്റ് ഈസ് 11/2 ഇൻറ്റു m എന്ന് പറഞ്ഞാൽ 10 ആണ്. 2 ഒരു 2 10 5 2 11 ഇൻറ്റു 5 55. ഇവരുടെ വ്യത്യാസം കണ്ടാൽ നമുക്ക് കിട്ടുക 360 മൈനസ് 55 എന്ന് കിട്ടും. 360 നിന്ന് 55 കുറച്ചാൽ ബാക്കി ഉണ്ടാവുക 305. ബാക്കി ഉണ്ടാവുക 305. ഇങ്ങനെ ഒരു ഉത്തരം ഓപ്ഷനിൽ ഉണ്ടോ നോക്ക്. 305 ഇല്ല. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇക്വേഷനിൽ വരുന്ന ചെറിയൊരു മാറ്റം. അതായത് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രിയേക്കാൾ വലുതാണെങ്കിൽ, ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രിയേക്കാൾ വലുതാണെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതേണ്ടത് എങ്ങനെയാണെന്നറിയോ? 360 എന്ന് അതങ്ങോട്ട് കുറച്ച് എഴുതുക. 360 നിന്ന് 305 കുറച്ച 55. ഉത്തരം ഓപ്ഷൻ ബി. ഇതാണ് ഐഡിയ. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം 180 ഡിഗ്രിയേക്കാൾ വലുതാണെങ്കിൽ 360 ആ കിട്ടിയ ഉത്തരം അങ്ങോട്ട് കുറച്ചാൽ നമ്മുടെ ആൻസറായി അത് ഓപ്ഷനിൽ ഉണ്ടാകും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ബേജാറാവരുത്.
നമ്മൾ പറഞ്ഞു തന്ന മെത്തേഡ് അനുസരിച്ച് ഉത്തരം ഓപ്ഷനിൽ ഇല്ലല്ലോ എന്നാലോചിച്ചിരിക്കേണ്ട. കിട്ടിയ ഉത്തരം 180 വലുതാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഉത്തരത്ത് 360 എന്ന് കുറച്ചാൽ നമുക്ക് യഥാർത്ഥ ആൻസർ കിട്ടും. അതൊന്ന് ട്രൈ ചെയ്യാം. അടുത്ത്, അരുൺ 10 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. വരുൺ ഇതേ ജോലി 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. അരുണും വരുണും കൂടെ ഈ ജോലി പൂർത്തിയാക്കുന്നത് എത്ര ദിവസം കൊണ്ടാണ്? ചെയ്തു നോക്കാം. ശ്രദ്ധിച്ചോ, ആദ്യം പറയുന്ന കാര്യം നോക്കാം. അരുണ് 10 ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കും. വരുണ് 15 ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കും. അരുണ് 10 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് എത്ര ജോലി പൂർത്തിയാക്കും? ടോട്ടൽ വർക്ക് 1 ആണെന്ന് വിചാരിക്കുക. അരുണ് 10 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് അരുണ് ചെയ്യുന്ന ജോലി 1/10. വരുണ് 15 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് വരുണ് ചെയ്യുന്ന ജോലി 1/15. അപ്പൊ അരുണും വരുണും കൂടെ ടോട്ടൽ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി കാണാൻ 1/10ഉം 1/15ഉം കൂട്ടിയാൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. വലത്തോട്ട് ഒരു 15 15 പ്ലസ് ഇടത്തോട്ട് ഒരു 10 10 ബൈ താഴോട്ട് 10 × 15 കിട്ടും. 15ഉം 10ഉം 25/10 × 15. ചെറുതാക്കാം. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 5. 5ൽ ഒരു 5, 25ൽ 5 5. 5ൽ ഒരു 5, 10ലാണെങ്കിൽ എത്ര 5? 5ൽ ഒരു 5 ആണ്. 15ഉം 10ഉം 25/10 ഇവിടെ 15 ആട്ടോ, സോറി, 10 × 15 അല്ലേ. 15ഉം 10ഉം കൂട്ടിയ 25/10 × 15 ആണ്. തുടങ്ങാം. 15ൽ 3 5, 25ൽ 5 5. 5ൽ ഒരു 5, 10ൽ 2 5. അപ്പോൾ അവിടെ താഴെ ഉണ്ടാവുക 1/2 3 6. അപ്പൊ അരുണും വരുണും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/6. അതിനർത്ഥം ഇവർ രണ്ടാളും കൂടെ 6 ദിവസം കൊണ്ട് പണി തീർക്കും. ഓപ്ഷൻ ബി. ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഐഡിയ. പക്ഷെ നമ്മളിങ്ങനെ ചെയ്യണ്ട. ഇങ്ങനെ ചെയ്താൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ചെയ്യാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു. 2 ആളുകൾ എടുക്കുക. അരുൺ എടുത്തു, വരുൺ എടുത്തു. അരുണ് 10 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും. വരുണ് 15 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും. ഇവിടുത്തെ ടോട്ടൽ ജോലി കാണാൻ ഈ 10ൻ്റെയും 15ൻ്റെയും LCM ലസാഗു കണ്ടാൽ മതി. 10ൻ്റെയും 15ൻ്റെയും LCM ലസാഗു എത്രയാ? സൈഡിൽ കണ്ടുനോക്കാം. 10ൻ്റെയും 15ൻ്റെയും LCM ലസാഗു കാണാൻ 15നെ കൊണ്ട് 10നെ ഹരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതാണ് LCM. ഇല്ല. അപ്പൊ 15ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുന്നു 30. 30 കൊണ്ട് 10നെ ഹരിക്കാൻ പറ്റുമോ? പറ്റും. അപ്പൊ 30 ഇവരുടെ LCM ലസാഗു 30. ഇതാണ് ടോട്ടൽ വർക്ക്. ഇനി ഇവിടുത്തെ അരുണിന്റെ എഫിഷ്യൻസി എത്രയാന്ന് കാണാൻ 10നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ 30 കിട്ടുക നോക്കുക? 3 കൊണ്ട്. വരുണിന്റെ എഫിഷ്യൻസി കാണാൻ 15നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ 30 കിട്ടുക നോക്കുക? 2 കൊണ്ട്. ഇനി ഇവർ രണ്ടാളും കൂടെ എടുക്കുന്ന ടൈം കാണാനുള്ള ഇക്വേഷൻ ശരിക്കും വർക്ക് ബൈ എഫിഷ്യൻസിയാണ്. ഇവിടുത്തെ ടോട്ടൽ വർക്ക് 30 ബൈ ടോട്ടൽ എഫിഷ്യൻസി 3 2 കൂട്ടിയ 5. 30/5 6. ഇങ്ങനെയാ കാണുക. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോ. അരുൺ എത്ര ദിവസം പണിയെടുക്കും? 10 ദിവസം. വരുണ് 15 ദിവസം പണിയെടുക്കും. ഇവിടുത്തെ ടോട്ടൽ വർക്ക് എത്രയാന്ന് കാണാൻ 10ൻ്റെയും 15ൻ്റെയും LCM കാണുക 30. അതിൽ അരുണിന്റെ കപ്പാസിറ്റി എത്രയാന്ന് നോക്കാൻ 10നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ 30 കിട്ടുക? 3 കൊണ്ട്. വരുണിന്റെ കപ്പാസിറ്റി കാണാൻ 15ന് എന്തുകൊണ്ട് ഗുണിച്ചാലാ 30 കിട്ടുക നോക്കുക? 2 കൊണ്ട്. അരുണിന്റെയും വരുണിന്റെയും കൂടെ ടോട്ടൽ ടൈം കാണാനുള്ള ഇക്വേഷൻ വർക്ക് ബൈ എഫിഷ്യൻസിയാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ 30. അവരുടെ ടോട്ടൽ എഫിഷ്യൻസി 3 2 കൂട്ടിയ 5. 30/5 6. ഉത്തരം ഓപ്ഷൻ ബി 6. ഇതന്നെ ചിലപ്പോൾ 3 ആളുടെ കേസ് വന്നാലും ഇതേപോലെ തന്നെ ചെയ്യാം. നോക്ക്, ഇവിടെ 3 ആളുടെ കേസ് വന്നു. രാജു ഒരു ജോലി 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. രാമു ഇതേ ജോലി 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. രാഹുൽ ഇതേ ജോലി 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ രാജുവും രാമുവും രാഹുലും കൂടി ഈ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? ആദ്യം നമ്മൾ ഇവിടുത്തെ ടോട്ടൽ വർക്ക് എത്രയാന്ന് കാണാൻ 6ൻ്റെയും 3ൻ്റെയും 2ൻ്റെയും LCM കാണുക ലസാഗു. 6ൻ്റെയും 3ൻ്റെയും 2ൻ്റെയും ലസാഗു 6 തന്നെയാണ്. ഇനി രാജുവിന്റെ എഫിഷ്യൻസി എത്രയാന്ന് കാണാൻ 6നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടുക നോക്കുക? 1 കൊണ്ട്. രാമുവിന്റെ എഫിഷ്യൻസി കാണാൻ 3ന് എന്തുകൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടുക നോക്കുക? 2 കൊണ്ട്.
രാഹുലിന്റെ എഫിഷ്യൻസി കാണാൻ 2നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ 6 കിട്ടാൻ നോക്കുക, 2നെ 3 കൊണ്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ഇവർ 3ഉം കൂടെ ഒരുമിച്ച് പണിയെടുത്താൽ എത്ര ദിവസം കൊണ്ട് പണി തീരും, ടൈം കാണണം. ടൈം കാണാനുള്ള ഇക്വേഷൻ വർക്ക് ബൈ എഫിഷ്യൻസിയാണ്. ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ LCM 6 ബൈ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം 3ഉം കൂട്ടിയാൽ മതി. 1 2ഉം 3ഉം 3ഉം 6, 6/6 1. ഒരു ദിവസം കൊണ്ടാണ് ഇവർ 3ആളും കൂടെ ആ പണി തീർക്കുക. ഇതാണ് ഐഡിയ. ഇതും സാധാരണയായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, വന്ന് കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്തത് നോക്കാം. 12 ആളുകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 15 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? 12 ആളുകൾ 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 15 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇത് ചെയ്യാനായിട്ട് ടൈം ആൻഡ് വർക്കിലെ ഒരു പ്രൊഡക്റ്റ് റൂൾ ഉണ്ട്. പ്രൊഡക്റ്റ് റൂൾ ഇങ്ങനെയാ: M1 × D1 = M2 × D2. M1 എന്ന് പറഞ്ഞാൽ ആളുകളുടെ എണ്ണം, D1 എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ എണ്ണം. അപ്പൊ M1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കേസിലെ ആളുകളുടെ എണ്ണം, D1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കേസിലെ ദിവസങ്ങളുടെ എണ്ണം. M2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേസിലെ ആളുകളുടെ എണ്ണം, D2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേസിലെ ദിവസങ്ങളുടെ എണ്ണം. അപ്പൊ തുടങ്ങാം. M1 ഒന്നാമത്തെ കേസിൽ എത്ര ആളുകളുടെ എണ്ണം? 12 × D1 ദിവസം 10. M2 രണ്ടാമത്തെ കേസിലെ ആളുകളുടെ എണ്ണം 15 × D2 അത് കണ്ടെത്തണം. അപ്പൊ D2 കണ്ടെത്താൻ ഈ 15 ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ 12 × 10 ഗുണിക്കണം 15 ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കണം 15. ഇതാണ് D2 എന്ന് പറയുന്നത്. ചെയ്തു നോക്കാം. എങ്ങനെയാ? 10ലും 15ലും 5 ഉണ്ട്. 10ൽ 2 5, 15ലാണെങ്കിലോ 3 5. 3ൽ 1 3, 12ലാണെങ്കിൽ എത്ര 3? 12ലാണെങ്കിൽ 4 3. അപ്പൊ ഉത്തരം D2 എന്ന് പറഞ്ഞാൽ 4 × 2 8 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് ഐഡിയ. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കുറെ കാണാറുണ്ട്. ഇക്വേഷൻ M1 × D1 = M2 × D2. M1 12 × D1 10 = M2 15 × D2 എത്രയാണെന്നറിയില്ല, കണ്ടുപിടിക്കണം. ഗുണിക്കണം 15 ഇങ്ങോട്ട് എടുക്കുമ്പോൾ 12 × 10 ഹരിക്കണം 15. 10ലും 15ലും കോമൺ ആയിട്ടുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. രണ്ടാമത്തെ ദിവസത്തിന്റെ എണ്ണം 8. ഒന്നും കൂടെ, 15 ആളുകൾ 24 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 10 ആളുകൾ ചെയ്യുന്നതിന് എത്ര ദിവസം വേണം? ചെയ്തു നോക്കാം. നമ്മുടെ ഇക്വേഷൻ M1 × D1 = M2 × D2. ഇതാണ് ഇക്വേഷൻ. M1 ആളുകളുടെ എണ്ണം 15, D1 ദിവസങ്ങളുടെ എണ്ണം 24, M2 ആളുകളുടെ എണ്ണം 10, D2 ദിവസങ്ങളുടെ എണ്ണം എത്രയാണെന്നറിയില്ല, കണ്ടെത്തണം. D2 കാണാനായിട്ട് ആ ഗുണിക്കണം 10 ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ 15 × 24 ഹരിക്കണം 10 എന്ന് കിട്ടുന്നു. ചെറുതാക്കി നോക്കാം. 15ലും 10ലും കോമൺ ആയിട്ട് 5 ഉണ്ട്. 15ൽ 3 5, 10ൽ 2 5. 2ൽ 1 2, 24ൽ 12 2. ഉത്തരം 3 × 12 36. അപ്പൊ ദിവസങ്ങളുടെ എണ്ണം 36. സെറ്റല്ലേ? ഈ രീതിയിലാണ് ആ സാധനം ചെയ്യുക. ഒന്നും കൂടെ നോക്കാം. 16 ആളുകൾ 12 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കും. ഈ ജോലി 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ എത്ര ആളുകൾ കൂടുതലായിട്ട് വേണം? ഇതാണ് ഐഡിയ. അപ്പൊ ഇക്വേഷൻ യൂസ് ചെയ്യാം. M1 × D1 = M2 × D2. ഒന്നാമത്തതില് ആളുകളുടെ എണ്ണം 16, ദിവസങ്ങളുടെ എണ്ണം 12. അപ്പൊ M1 16, D1 12, M2 അറിയില്ല, ആളുകളുടെ എണ്ണം കണ്ടെത്തണം, × D2 ദിവസങ്ങളുടെ എണ്ണം 8. അപ്പൊ M2 കണ്ടെത്താൻ ഈ 8 ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ 16 × 12 ഹരിക്കണം 8, അതാണ് M2. ചെയ്തു നോക്കാം. 8ൽ 1 8, 16ൽ 2 8. അപ്പൊ M2 കിട്ടും 2 × 12 24. അപ്പൊ ഉത്തരം ഓപ്ഷൻ എ 24 എന്ന് പാഞ്ഞുപോയി എഴുതി വെക്കല്ലേ. നമ്മളോട് ചോദിച്ചത് ഈ ജോലി 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ എത്ര ആള് കൂടുതലായിട്ട് വേണം? ഇപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ 16 ഉണ്ട്. ഇനി 24 ആകണമെങ്കിൽ എത്ര ആളും കൂടെ കൂടുതലായിട്ട് വേണം? 8 ആളുകൾ കൂടുതലായിട്ട് വന്നാ പോരെ, അല്ലാതെ 24 അല്ല ഉത്തരം. ഒന്നും കൂടെ, 16 ആളുകൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. നമുക്ക് 8 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കണമെങ്കിൽ 24 ആളുകൾ വേണം. അപ്പോൾ ഓൾറെഡി 16 ഉണ്ട്. ഇനി എത്ര ആളും കൂടെ അതിലേക്ക് വേണം? 8 ആളും കൂടെ വേണം, എന്നാലേ 24 ആവുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, 8. ഇതാണ് നമ്മുടെ ഐഡിയ. ഒന്നും കൂടെ, ഒരാൾക്കൊരു ജോലി 15 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമെങ്കിൽ 3 ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര പേർ വേണം? ചെയ്തു നോക്കാം. ഇക്വേഷൻ M1 × D1 = M2 × D2. ചെയ്യാം. M1 ഒരാൾ, ആളുകളുടെ എണ്ണം 1, ജോലി ദിവസങ്ങളുടെ എണ്ണം 15,
M2 രണ്ടാമത്തേൽ ആളുകളുടെ എണ്ണം അറിയില്ല, ദിവസങ്ങളുടെ എണ്ണം 3. M2 കാണാൻ ഈ ഇൻറ്റു 3 ഇങ്ങോട്ട് എടുക്കുക. അപ്പം M2 സമം 1 × 15/3. 1 × 15 15. 15/3 എത്രയാ? 5. ആളുകളുടെ എണ്ണം വേണ്ടത് എത്രയാ? 5. ക്ലിയർ ആണോ? ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ചെയ്യാം. 10 ആളുകൾ 18 ദിവസം കൊണ്ട് ജോലി ചെയ്തു തീർക്കുന്നു. ഈ ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നതിന് എത്ര ആളുകൾ വേണം? ചെയ്തു നോക്കാം. M1 × D1 സമം M2 × D2. M1 ആളുകളുടെ എണ്ണം 10, ദിവസങ്ങളുടെ എണ്ണം 18. M2 ആളുകളുടെ എണ്ണം അറിയില്ല, ദിവസങ്ങളുടെ എണ്ണം 10. M2 കാണാനായിട്ട് ഈ 10ഉം 10ഉം വെട്ടിയ M2 കിട്ടും എത്രയാ? 18. ഉത്തരം കിട്ടുന്നു ഓപ്ഷൻ ഡി 18. സെറ്റല്ലേ? അപ്പം ഇങ്ങനെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പം പറ്റും. ഒന്നും കൂടെ നോക്കാം. ഒരു ചോദ്യം കൂടെ. 24 ജോലിക്കാർ 18 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കും. ഈ ജോലി 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ എത്ര ജോലിക്കാർ ആവശ്യമുണ്ട്? തുടങ്ങാം. M1 × D1 സമം M2 × D2. M1 ആളുകളുടെ എണ്ണം 24, D1 ദിവസങ്ങളുടെ എണ്ണം 18, M2 ആളുകളുടെ എണ്ണം അറിയില്ല, D2 ദിവസങ്ങളുടെ എണ്ണം 8. നമുക്ക് M2 കാണണമെങ്കിൽ ആ 8 ഇങ്ങോട്ട് എടുക്കണം. 24 × 18 ഹരിക്കണം 8. 8 ഒരു 8, 24 3 8. 3 × 18 ചെയ്താൽ നമ്മുടെ ഉത്തരം കിട്ടും. 18 × 3 എത്രയാ? 3 8 24, 2 ശിഷ്ടം, 1 3 3 2 5. ഉത്തരം കിട്ടുക 54. അപ്പോൾ ആളുകളുടെ എണ്ണം 54. ഓപ്ഷൻ ഡി. സെറ്റല്ലേ? റെഡി? അപ്പോൾ താങ്ക് യു. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.